കാലിയായി കിടക്കണ കൈയും ഐക്കൊരു മൈലാഞ്ചി ട്യൂബും കൂടി കിട്ടിയാൽ ഞാൻ പിന്നെ ഒരു മൈലാഞ്ചി ഭ്രാന്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്ന് ഞാനിങ്ങനെ പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൈലാഞ്ചി ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം തന്നെ എനിക്കൊരു പൂതിൻ്റെ കൈമലിടണമെന്ന്. സംഭവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണെന്ന്. എങ്കിലും റിസ്ക് ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണല്ലോ ജീവിതത്തിൽ കുറച്ച് ത്രില്ല് ഉണ്ടാവുക എന്നൊക്കെ മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഈ പണിക്കിറങ്ങിയത്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആഗ്രഹമല്ലായിരുന്നു ദുരാഗ്രഹമാണെന്നുള്ള കാര്യം. നിങ്ങളെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കണ്ട, മൊത്തത്തിലൊന്ന് നോക്കി നോക്കിയാണെങ്കിൽ ഒരു ആനച്ചന്തൊക്കെ തോന്നണില്ലേ? പിന്നെ ഏകദേശമൊക്കെ ആ ഫോട്ടോയിൽ കണ്ട പോലെയൊക്കെ തന്നെ ഉണ്ടേനു. ഉമ്മ കൊണ്ടേ കാണിച്ചു കൊടുത്തപ്പോഴേ ഉമ്മ എന്നോട് പറഞ്ഞു കുറച്ചും കൂടി നല്ലോണം പഠിച്ചിട്ട് നാളെ തൊട്ട് പുതിയനാക്ക് മൈലാഞ്ചിടാൻ പോയിക്കോ, അനക്കതിലൊരു ഭാവിയാണുണ്ടെന്ന്. സംഗതി ഉമ്മ കോമഡി ആയിട്ടോ തമാശയായിട്ടോ പറഞ്ഞതാണെങ്കിലും കേട്ടപ്പോൾ എനിക്കൊന്ന് സുഖിച്ചു. ഞാൻ പിന്നെ കുറച്ചേരം ആകാശത്തിരുന്നു. പിറ്റേ ദിവസം എണീച്ചിട്ട് കേൾക്കിയപ്പം നല്ല രസമുള്ളൊരു ഷോപ്പായിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി. ആ മൈലാഞ്ചിന്റെ കളർ ഉണ്ടല്ലോ എനിക്ക് നല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കയ്യും കാണാൻ നല്ല രസം. ഇനി കുറച്ച് ദിവസേ ഈ കൈ കൊണ്ട് കുറച്ച് പട്ടിഷോ കാണിക്കൽ എനിക്ക് കൂടുതലായിരിക്കും. ഇതിങ്ങൊരു 10 ആളെ കാണിച്ച് അഭിപ്രായം പറയിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പോരാത്തതിന് ഇനി റോസാപ്പൂവും ജമന്തിപ്പൂ ഒക്കെ ആയിരിക്കും കയ്യിലുണ്ടാവുക. അപ്പൊ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റിൽ പറയണേ.